ചെറിയ പെരുന്നാൾ ദിനത്തിൽ വളരെ പ്രധാനമായ ഒരു ആരാധനയാണ് ഫിത്ർ സദഖ അല്ലെങ്കിൽ ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഫിത്ർ സദഖ നിർബന്ധമായ ഒരു ദാനമാണ്. ആരാണ് ഫിത്ർ സദഖ നൽകേണ്ടത്, എന്താണ് നൽകേണ്ടത്, എത്രയാണ് നൽകേണ്ടത്, ആർക്കാണ് നൽകേണ്ടത് തുടങ്ങിയ കാര്യമാണ് വളരെ ലളിതമായി ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഫിത്ർ സദഖ എന്നത് എന്താണെന്ന് നമുക്ക് പറയാം. പെരുന്നാൾ ദിവസം ഫജ്ർ വെളിവാകുന്ന സമയത്ത് ഒരു മുസ്ലിമായ സ്വതന്ത്രനായ നിസാബ് എത്തിച്ചവൻ, ഇൻഷാ അല്ലാഹ് നിസാബ് എന്താണെന്ന് നമുക്ക് പറയാം. നിസാബ് എത്തിച്ചവനായ എല്ലാ മുസ്ലിമിനും നിർബന്ധമാകുന്ന ഒരു ദാനമാണ് ഫിത്ർ സദഖ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് നിർബന്ധമായവർ: 1 മുസ്ലിം ആവണം, 2 സ്വതന്ത്രനാവണം, 3 നിസാബ് എത്തിച്ചവനാവണം. എന്താണ് ഈ നിസാബ് എന്ന് പറഞ്ഞാൽ? നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച്, അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഒരു വീട്, യാത്ര ചെയ്യാനുള്ള ഒരു വാഹനം, ധരിക്കാനുള്ള വസ്ത്രം, വീട്ടുപകരണങ്ങൾ, അവന്റെ ജോലിക്കായിട്ടുള്ള ഉപകരണങ്ങൾ, ഇതെല്ലാം അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഈ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം അവന്റെ കൈവശമുണ്ട്. ഇതിന് പുറമേയുള്ള അവന്റെ മറ്റു സമ്പത്തുകൾ 612 ഗ്രാം വെള്ളിയുടെ മൂല്യത്തിന് തുല്യമായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാണ് നിസാബ് എത്തിച്ചവൻ എന്ന് പറയുക. അപ്പോൾ പെരുന്നാളിന്റെ സുബഹി സമയത്ത്, ഫജ്ർ വെളിവാകുന്ന സമയത്ത് ഒരാളുടെ കൈവശം തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ച് 612 ഗ്രാം വെള്ളിക്ക് മൂല്യമായ എന്ത് വസ്തുക്കൾ ഉണ്ടെങ്കിലും ആ വ്യക്തി ഫിത്ർ സദഖ കൊടുക്കാൻ നിർബന്ധമാവുകയാണ്. പുരുഷന് തൻ്റെ ഫിത്ർ സദഖയ്ക്ക് പുറമെ തനിക്ക് പ്രായപൂർത്തി എത്താത്ത ചെറിയ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ ഫിത്ർ സദഖയും ഇദ്ദേഹം കൊടുക്കൽ നിർബന്ധമാണ്. ഉദാഹരണത്തിന് ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട്, അവർ രണ്ടുപേരും പ്രായപൂർത്തി എത്താത്തവരാണെങ്കിൽ ഞാൻ ഫിത്ർ സദഖ കൊടുക്കാൻ നിർബന്ധമാണെങ്കിൽ എൻ്റെ ചെറിയ മക്കളുടെ ഫിത്ർ സദഖയും ഞാൻ കൊടുക്കൽ നിർബന്ധമാകും. അപ്പോൾ 3 ആളുടെ ഫിത്ർ സദഖ ഞാൻ കൊടുക്കൽ നിർബന്ധമാകും. അതേസമയം എൻ്റെ ഭാര്യയുടെ ഫിത്ർ സദഖ ഞാൻ കൊടുക്കേണ്ടതില്ല. എനിക്ക് പ്രായപൂർത്തി എത്തിയ മക്കളുണ്ടെങ്കിൽ അവരുടെ ഫിത്ർ സദഖ കൊടുക്കലും എനിക്ക് നിർബന്ധമില്ല. എന്നാൽ നിർബന്ധമാകുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് ഫിത്ർ സദഖ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം, അനുവദനീയമാണ്. പെരുന്നാൾ ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ റമളാനിൽ തന്റെ ഫിത്ർ സദഖയും തന്റെ മക്കളുടെ ഫിത്ർ സദഖയും എല്ലാം കണക്കാക്കി അർഹരായ ആളുകൾക്ക് കൊടുത്താൽ ആ ഫിത്ർ സദഖയായി പരിഗണിക്കപ്പെടുന്നതാണ്. അതവന് മതിയാകും എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്.